നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയും കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടനും ഇവർ രണ്ടുപേരുടെ അവാർഡുകളെ കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാന താരങ്ങളാണ്. മലയാള സിനിമയെ ലോക സിനിമയ്ക്ക് എത്തിച്ച രണ്ട് താരങ്ങളാണ്. മലയാള സിനിമയെ ഇത്രയ്ക്കും അവാർഡുകൾ മലയാള സിനിമയ്ക്ക് കൊണ്ടുവന്ന രണ്ട് താരങ്ങളാണ്. മലയാള സിനിമയുടെ നെടും തൂണാണ്. ഒരു നാണയത്തിന് അപ്പുറം ഇപ്പുറമാണ് മമ്മൂക്കയും ലാലേട്ടനും. അപ്പോൾ അതിലൊരു സംശയമില്ല, രണ്ടുപേരും കിട്ടില്ല പ്രതിഭയാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ രണ്ടൊരു അവാർഡിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ വരുന്നത്. അത് മമ്മൂക്ക ഈയിടെ 4ാമത്തെ നാഷണൽ അവാർഡ് കിട്ടില്ലോ. കൺഗ്രാജുലേഷൻസ് മമ്മൂക്ക, എല്ലാവിധ ആശംസകളും. ഇനിയും അവാർഡുകൾ കിട്ടട്ടെ. അപ്പം ഇവർ രണ്ട് ഏകദേശം ഓരോ സിനിമയ്ക്ക് തന്നെ. പക്ഷേ പറഞ്ഞു വരുവാണെങ്കിൽ മമ്മൂക്ക തന്നെ സീനിയറിറ്റി. 71 മമ്മൂക്ക വന്നു, പിന്നെ 73 വന്നു, പിന്നെ 78 വന്ന സിനിമ ഇറങ്ങിയില്ല. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മമ്മൂക്ക ഭയങ്കര സീനിയറിറ്റി, സൂപ്പർ സീനിയറാണ്. എല്ലാ നടന്മാരും നടിമാരൊക്കെ ഇട്ടിക്കുക. ലാലേട്ടൻ 80-ലാണ് ഫാസ്റ്റ് കൊണ്ടുവരുന്നത് മഞ്ഞിരിഞ്ഞ പൂക്കൾ. പക്ഷേ ലാലേട്ടൻ പറഞ്ഞത് അതിന് മുമ്പ് സിനിമ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. പക്ഷെ എന്നാലും മമ്മൂക്കനാണ് സീനിയറിറ്റി. പക്ഷെ മമ്മൂക്ക അത് പറയുന്നില്ല കേട്ടോ. മമ്മൂക്ക 71 വരെയൊന്നും പറയത്തില്ല. മമ്മൂക്ക ആ സീനിയറിറ്റി പറയുന്നില്ല. മമ്മൂക്ക 80 വന്ന സീനിയറിറ്റി പോലും പറയുന്നില്ല. 81 വന്ന കാര്യമാണ് പറയുന്നത്. 80 പോലും കണക്ക് കൂട്ടുന്നില്ല. വെൽക്കാരൻ്റെ സ്വപ്നമുള്ള സിനിമയിലൂടെ വന്നത് അതുപോലും കണക്ക് കൂട്ടുന്നില്ല. പക്ഷെ ഇവിടെ പറയുന്നത് ചെറിയൊരു മുഖം ഒന്ന് കാണിച്ചു പറഞ്ഞാൽ അവിടം വരെ കണക്ക് കൂട്ടും. ഞാൻ സിനിമ വന്ന കാലം പോലും. പക്ഷെ മമ്മൂക്ക അത് കൂട്ടുന്നില്ല. നല്ല വേഷം ചെയ്തേ. 71-ലും 73-ലും 78 സിനിമ ഇറങ്ങിയില്ല. അത് ദേവലോ എന്ന് പറഞ്ഞ MD നായനാക്കി കൊണ്ടുവന്ന പടം. അങ്ങനെ MDയുടെ തിരക്കഥയിലാണ് വിൽക്കാരൻ്റെ സ്വപ്നം 80-ൽ അഭിനയിച്ച് വരുന്നത്. അത് സുകുമാര ശ്രീവിദ്യയാണ് നായകനായി. അപ്പം അതൊന്നുമല്ല നമ്മുടെ ഒരു വിഷയം. ഇവരുടെ ഏകദേശം ഓരോ സ്ഥലത്ത് വന്നിട്ടാണ് സീനിയറിറ്റി ഉള്ളൂ മമ്മൂക്ക എന്ന് പറയുള്ളൂ. അപ്പോൾ നമുക്ക് അവാർഡിലേക്ക് പോകാം. മമ്മൂക്കയുടെ അവാർഡ് ആദ്യം പറഞ്ഞതാണ്. മമ്മൂക്കയ്ക്ക് 9 സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. കേരള സംസ്ഥാന അവാർഡ് 9 കിട്ടിയിട്ടുണ്ട്. അത് 2 ഒരെണ്ണം അതിൽ സ്പെഷ്യൽ ജൂറി, ഒരെണ്ണം സെക്കൻഡ് നായനുള്ള ബെസ്റ്റ് ആക്ടറാണ് കിട്ടിയത്. അത് മികച്ച നടനായിട്ടല്ല, സെക്കൻഡ് നായനായിട്ട്. അഹിംസ എന്ന സിനിമ 81-ലും 82-ലും കിട്ടിയതാണ്. 81 കിട്ടിയതാണ്. പിന്നെ മികച്ച നടനായിട്ട് ബെസ്റ്റ് ആക്ടറായിട്ട് 7 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പം മൊത്തം 9 പ്രാവശ്യം സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. 7 ബെസ്റ്റ് ആക്ടർ. ലാലേട്ടൻ നോക്കാം. ലാലേട്ടന് 6 ബെസ്റ്റ് ആക്ടറുണ്ട്. കേരള സംസ്ഥാന അവാർഡ് 6 ഉള്ളൂ. അപ്പോൾ മമ്മൂക്ക എത്ര മുന്നിൽ? 3 പോട്ടെ. ഒരു സഹനടനുള്ളയും 1 സ്പെഷ്യൽ ജൂറിയാണ്. സ്പെഷ്യൽ ജൂറി നമ്മൾ കൂട്ടുന്നില്ല. അത് രണ്ടും മാറ്റിയാലും മമ്മൂക്ക 7 ഉണ്ട്, ലാലേട്ടൻ 6 ഒരെണ്ണം കൂടുതലും മമ്മൂക്ക. അപ്പം മമ്മൂക്ക അവിടെ വിജയിച്ചു. ഓക്കെ, നമ്മൾ സ്പെഷ്യൽ ജൂറി കൂട്ടുന്നില്ലല്ലോ. നമ്മൾ മികച്ച നടനായിട്ട് കൂടുന്നത്. പക്ഷെ കിട്ടിയത് 9. പക്ഷെ മികച്ച നടനെയാണ് നമ്മൾ പറഞ്ഞത്. മികച്ച നടനായിട്ട് 7 മമ്മൂക്കയ്ക്ക്, ലാലേട്ടൻ 6. അപ്പോൾ അവിടെ ആരാ ജയിച്ചേ? മമ്മൂക്ക. അടുത്ത നാഷണൽ അവാർഡ്. നാഷണൽ അവാർഡ് മമ്മൂക്ക 4 പ്രാവശ്യം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് മേടിച്ച് 2 പേരേ ഉള്ളൂ. ഒന്ന് അമിതാഭ്, ഒന്ന് മമ്മൂക്കയും. ഒരെണ്ണോട് മമ്മൂക്ക മേടിച്ച് അമിതാഭിൻ്റെ മുകളിലാവും 5 മമ്മൂക്ക 4, ലാലേട്ടൻ 2. അപ്പോൾ അവിടെയും ജയിച്ചത് മമ്മൂക്ക. മമ്മൂക്ക ലാലേട്ടനെ കാട്ടി 2 നാഷണൽ അവാർഡ് കൂടുതലാണ്. ആ 2 നാഷണൽ അവാർഡ് കൂടുതൽ മേടിക്കാൻ 2 ഇനി ലാലേട്ടൻ മേടിക്കണമെങ്കിൽ അതുകൊണ്ടൊരു സിനിമകൾ ചെയ്യണം. മനസ്സിലായോ? ഇപ്പം ചെയ്യുന്ന എല്ലാം കമേഴ്ഷ്യൽ പടങ്ങളായിരുന്നേ. അതുകൊണ്ട് ലാലേട്ടൻ അങ്ങനത്തെ ഒരു പടം ചെയ്താൽ മാത്രമേ 2 മേടിച്ച് ഒപ്പത്തിലെത്താൻ പറ്റത്തുള്ളൂ. പിന്നെ 3 മേടിച്ചാലേ മുന്നിലെത്താൻ പറ്റത്തുള്ളൂ. ഇതൊന്നും നടക്കാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ലാലേട്ടൻ ഇപ്പം ചെയ്യുന്ന എല്ലാം കമേഴ്ഷ്യൽ പടങ്ങളാണ്. അതുകൊണ്ട് മമ്മൂക്കയുടെ പകുതി ഇപ്പം കൊള്ളു അതിനെ ഒപ്പം എത്താൻ പോലും പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നില്ല പറ്റുമെന്ന്. അതുകൊണ്ട് അവിടെ മമ്മൂക്ക ജയിച്ചു, ലാലേട്ടൻ തോറ്റു. അപ്പോൾ ലാലേട്ടൻ ഫാൻസുകൾ ഇങ്ങനെ കമൻറ്റുകൾ ഇടുന്നു. മമ്മൂക്കയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയ ശേഷം ലാലേട്ടൻ 5 നാഷണൽ അവാർഡ് ഉണ്ട്. ഞാൻ ചോദിച്ചിട്ട് ലാലേട്ടൻ 2 നാഷണൽ അവാർഡാണ് ബെസ്റ്റ് ആക്ടറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബെസ്റ്റ് ആക്ടർ പറയുന്നത്. മമ്മൂക്കയ്ക്ക് ബെസ്റ്റ് ആക്ടർ നാഷണൽ അവാർഡ് ആണ് കിട്ടിയത്. ബെസ്റ്റ് ആക്ടർ അല്ല സഹനടനായിട്ടോ അല്ല പ്രൊഡ്യൂസർ രീതിയിലോ അല്ല വില്ലനായിട്ടോ ഒന്നും അല്ല കിട്ടി. വില്ലെന്ന് പറഞ്ഞാൽ ആൻറ്റി ഹീറോ അതൊന്നും അല്ല കിട്ടിയത്. മികച്ച നടനായിട്ടാണ് 4 പ്രാവശ്യം കിട്ടിയത്. ലാലേട്ടൻ മികച്ച നടനായിട്ട് കിട്ടിയത് 2 പ്രാവശ്യമേ ഉള്ളൂ. ഒന്ന് മമ്മൂക്ക കിട്ടിയാൽ പറയാം. ഒന്ന് മതിലുകളും 1989 മതിലുകളും വടക്കം വിധേയൻ, 94 പൊന്തന്മാട വിധേയൻ, 98 ഡോക്ടർ അംബേദ്കർ, 2026 ഇപ്പം കിട്ടിയ ഭ്രമയ്യോ. ലാലേട്ടൻ കിട്ടി ഞാൻ പറയാം. ഭരതം എന്ന സിനിമയിലാണ് ഫസ്റ്റ് നാഷണൽ അവാർഡ് കിട്ടുന്നത് 92. പിന്നെ കിട്ടുന്നത് 97, 96, 97 കിട്ടുന്നത് വാനപ്രസ്ഥം 2ാമത്തെ നാഷണൽ അവാർഡ്. ആ 2 ബെസ്റ്റ് ആക്ടറുടെ ലാലേട്ടൻ കിട്ടുള്ളൂ. മമ്മൂക്ക് 4 ബെസ്റ്റ് ആക്ടർ കിട്ടിയത്. അപ്പോൾ ഫാൻസുകൾ പറയുന്നത് മോഹൻലാൽ ഫാൻസുകൾ പറഞ്ഞത് മോഹൻലാൽ 5 കിട്ടിയിട്ടുണ്ട്. 5 എന്ന് പറഞ്ഞാൽ 2 സ്പെഷ്യൽ ജൂറിയാണ്. ഒന്ന് കിരീടവും ഒന്ന് പുലിമുരിയും സ്പെഷ്യൽ ജൂറിയാണ് കിട്ടിയത്. സ്പെഷ്യൽ ജൂറി ഇതിനൂടെ കൂട്ടത്തില്ല. അത് സ്പെഷ്യലായിട്ട് അവർ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നേ ഉള്ളൂ. അല്ലാതെ അവർക്ക് ഈ നാഷണൽ അവാർഡ് കൊടുക്കുന്നില്ല സ്പെഷ്യൽ ജൂറിക്ക്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ലാലേട്ടൻ 5 ഉണ്ട്, 4 ഉണ്ട്. 5 ഒരെണ്ണം പ്രൊഡ്യൂസറിന് എതിരെ ചെയ്യുന്നത്. പ്രൊഡ്യൂസർ കൂട്ടണം. അപ്പം 4 കിട്ടിയെന്ന് പറയാം.
പക്ഷെ അങ്ങനെ കൊടുക്കുന്നില്ല. സ്പെഷ്യൽ ജൂറി എന്ന് പറഞ്ഞാൽ അവർക്കൊരു ചുമ്മാ ഒന്ന് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ അവർക്ക്. അത് ബെസ്റ്റ് ആക്ടറായിട്ട് കൊടുക്കുന്നതല്ല. ബെസ്റ്റ് ആക്ടറായിട്ട് കിട്ടിയത് അറിയാൻ മേലാത്ത ഫാൻസുകളോട് ഞാൻ പറയാം, ബെസ്റ്റ് ആക്ടർ കിട്ടിയത് ലാലേട്ടൻ 2 ഉള്ളൂ, വാനപ്രസ്ഥവും ഭരതത്തിനും മികച്ച നടനായിട്ട്. മറ്റേത് സ്പെഷ്യൽ ജൂറി ആയിട്ടാണ് കിട്ടിയിരുന്നത്, പുലിമുരുകനും ഈ പറഞ്ഞ കിരീടവും. സ്പെഷ്യൽ ജൂറി ഒരിക്കലും ബെസ്റ്റ് ആക്ടർ കൊടുത്തിപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ലാലേട്ടൻ 2 ഉള്ളതെന്ന് പറഞ്ഞത്. അത് ലാലേട്ടൻ വരെ അറിയാം, അത് സിനിമയെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം. ഈ പൊട്ടം ഫാൻസുകൾക്കാണ് അറിയാത്തത്. കുറേ കമൻറ്റുകൾ ഇടുന്നത് 5 ഉണ്ടെന്ന്. പിന്നെ ഒരെണ്ണം കിട്ടിയത് പ്രൊഡ്യൂസർക്കാണ്, ലാലേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിലാണ്. അത് പ്രൊഡ്യൂസർ രീതിയാണ് പറഞ്ഞ് കിട്ടിയത്. അങ്ങനെയാണ് 5 കിട്ടുന്നത്. നമ്മൾ ബെസ്റ്റ് ആക്ടറാണ് പറയുന്നത്. ബെസ്റ്റ് ആക്ടർ മമ്മൂക്കനാണ് മൂല്യം, 4 ലാലേട്ടൻ 2. അവിടെ മമ്മൂക്ക ജയിച്ചു, 2 കൂടുതലാണ്. അടുത്ത ഈ മമ്മൂക്ക മേടിച്ച നാഷണൽ അവാർഡും സംസ്ഥാന അവാർഡും ഈ ഓരോ അവാർഡുകളും ഒന്നും ഈ മലയാളത്തിൽ നല്ല ഈ ഇന്ത്യയിൽ തന്നെ ആരും എത്തിയിട്ടില്ല. ഒപ്പൊന്നും അല്ല, ഏരിയ പോലും വന്നിട്ടില്ല. മലയാളത്തിൽ നിന്നും ഇച്ചിരി പുറകെ നിൽക്കുന്ന പറഞ്ഞാൽ ലാലേട്ടനേ ഉള്ളൂ. വേറെ എല്ലാവരും ഒരുപാട് താഴെയാണ്. അത് കണക്ക് മലയാള സിനിമയ്ക്ക് സംഭാവന ഉണ്ടാക്കിയിരുന്ന നടനാണ്. അടുത്ത ഫിലിം ഫെയർ അവാർഡ് മേടിച്ചിരിക്കുകയാണെങ്കിൽ മമ്മൂക്ക ഒരുപാട് മുകളിലാണ്. മമ്മൂക്ക 16 പ്രാവശ്യം മേടിച്ചു, ലാലേട്ടൻ 8 പ്രാവശ്യം മേടിച്ചുള്ളൂ. അപ്പോൾ അവിടെ അറിയിച്ചേ മമ്മൂക്ക, ലാലേട്ടൻ എവിടെയും തോറ്റി. മനസ്സിലായോ? ലാലേട്ടൻ 8 ഉള്ളൂ, മമ്മൂക്കയ്ക്ക് 16. എനിക്കൊന്ന് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫിലിം ഫെയർ അവാർഡ് മേടിച്ചത് മമ്മൂക്കയാണെന്ന്. ഇന്ത്യൻ സിനിമ കേരളത്തിൽ നിന്ന് പോട്ടെ, ഇന്ത്യൻ സിനിമ കേരളത്തിൽ നിന്ന് ആരും ഏരിയ പോലും വന്നിട്ടില്ല. ഇന്ത്യൻ സിനിമ കമലഹാസനെ ഉള്ളു ഇച്ചിരി അടുത്തിരിക്കുന്ന പറഞ്ഞേ, തൊട്ട് താഴേക്കുന്ന പറഞ്ഞേ. ബാക്കി എല്ലാവരും ഒരുപാട് താഴെ ഇന്ത്യൻ സിനിമയാണ് കേരളത്തിൽ. അപ്പോൾ അവിടെയും ലാലേട്ടൻ തോറ്റ്, മമ്മൂക്ക ജയിച്ചു. അപ്പോൾ അവാർഡ് മെയിൻ അവാർഡുകളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ചില്ലറ ചെറിയ അവാർഡൊക്കെ ഉണ്ട്, അത് നമ്മൾ കൂട്ടത്തില്ല. മെയിൻ അവാർഡാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ മമ്മൂക്ക നാഷണൽ അവാർഡുണ്ട്, 3 ഡോക്ടറേറ്റ് ഉണ്ട്, പത്മശ്രീ ഉണ്ട്, പത്മഭൂഷൺ ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. അവിടെയും മമ്മൂക്ക ലാലേട്ടൻ ഒരുപോലാണ്. ലാലേട്ടൻ നാഷണൽ അവാർഡ് ഉണ്ടെങ്കിലും മമ്മൂക്കൊടൊപ്പമില്ല, സംസ്ഥാന അവാർഡ് ഉണ്ടെങ്കിലും മമ്മൂക്കൊടൊപ്പമില്ല, പിന്നെ ഫിലിം ഫെയർ അവാർഡ് ഉണ്ടെങ്കിലും മമ്മൂക്കൊടൊപ്പമില്ല. പിന്നെ പത്മശ്രീയും പത്മഭൂഷൺ 2 ഒക്കെ ഉണ്ട്. ഡോക്ടറേറ്റ് ലാലേട്ടൻ പറഞ്ഞേ ഉള്ളൂ, മമ്മൂക്ക് 3 ഉണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞു വരുമ്പോൾ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്, അത് മമ്മൂക്കയ്ക്ക് താമസിക്കാൻ കിട്ടും. ലാലേട്ടനെ കിട്ടാമെങ്കിൽ ലാലേട്ടനായിട്ടുള്ള അർഹതയുള്ള ആളാണ്. അപ്പോൾ എന്തായാലും മമ്മൂക്ക കിട്ടും. അതുകൊണ്ട് അർഹതയുടെ കാര്യത്തിൽ ആരും അളക്കണ്ട. ലാലേട്ടനെക്കാട്ടി ഇച്ചിരി അർഹത കൂടുതൽ മമ്മൂക്കയ്ക്ക് തന്നെ. ലാലേട്ടൻ അർഹത ഉണ്ടാണ് കിട്ടിയത്. പക്ഷേ അതിനെക്കാട്ടി ഒരു പിടി മുന്നിൽ അർഹത മമ്മൂക്കയ്ക്കാണ്. അത് മമ്മൂക്കയ്ക്ക് ഉറപ്പായിട്ട് കിട്ടുന്ന താമസിക്കാൻ. അതുകൊണ്ട് അതായിട്ട് നിങ്ങൾ അളക്കണ്ട. പിന്നെ നിങ്ങൾ പറഞ്ഞ മേജർ രവിയുടെ പടത്തിൽ അവനിച്ചൊരു അവാർഡ് കിട്ടി, പട്ടാളക്കാരുടെ. അത് ലാലേട്ടൻ കിട്ടി, ആ പടം അവനിച്ച് കിട്ടി, ഓക്കെ പോട്ടെ. പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടേണ്ട അന്നേ പണ്ടേ കിട്ടേണ്ടതാണ്. അത് അങ്ങനെയൊന്നും അന്നൊന്നും ആരും ചിന്തിച്ചിട്ട് പോലും കാണത്തില്ല. അതുകൊണ്ട് അത് നമ്മൾ തള്ളിക്കളഞ്ഞ് അത് കൂട്ടണ്ട. ഈ 2 ലാലേട്ടൻ മമ്മൂക്കായിട്ട് മുന്നിലുണ്ട്. ഒന്ന് പട്ടാളക്കാരായിട്ടും പട്ടാളപ്പദവി കിട്ടിയതും, ഒന്ന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. പട്ടാളക്കാർ നമ്മൾ കൂട്ടണ്ട. ഈ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഉറപ്പായിട്ടും നമുക്ക് കിട്ടും. എന്തായാലും മമ്മൂക്ക അർഹതപ്പെട്ടത് തന്നെയാണ്. ലാലേട്ടൻ കിട്ടാമെങ്കിൽ മമ്മൂക്കയും കിട്ടേണ്ടതാണ്. അതുകൊണ്ട് അതിന് അർഹതയുണ്ട്. അതവിടെ പെൻഡിങ് കിടക്കുകയാണ്. ബാക്കിയെല്ലാം ലാലേട്ടനെക്കാട്ടി മുൻപന്തിയിൽ നിൽക്കുന്നത് മമ്മൂക്ക തന്നെ. മലയാള സിനിമയാണ്, ഇന്ത്യൻ സിനിമയാണ്. അതുകൊണ്ട് അവാർഡിൻ്റെ കാര്യത്തിൽ ആരും മമ്മൂക്കയായിട്ട് അളക്കാൻ നിൽക്കേണ്ട. അപ്പം നിങ്ങൾ 100 കോടിയിൽ 200 കോടി, 100 കോടി 200 കോടി ഒന്നും വേണ്ട. നമുക്ക് ഒരേ സമയത്ത് ഒരു താരവും ഒരേ സമയത്ത് ഒരു മികച്ച നടനോടാണ്. മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് താരമായിട്ട് നിൽക്കാൻ താല്പര്യമില്ല, എനിക്ക് എപ്പോഴും ഇങ്ങനെ നടനായിട്ട് നിൽക്കേണ്ട താല്പര്യം. അതുപോലെ തന്നെ അദ്ദേഹം നിൽക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം നല്ല കഥകൾ സെലക്ട് ചെയ്യുന്നത്, അവാർഡുകൾ കിട്ടുന്നത്. അദ്ദേഹം താരമാകുന്നുണ്ട് ചില സമയത്ത്. ഇപ്പം കിങ് പോലെ സിനിമകളും വലിയേട്ടൻ പോലെ സിനിമകളും ഇതൊക്കെ താരങ്ങളല്ലേ. എത്ര പടങ്ങൾ ചെയ്തിരിക്കുന്നു, ധ്രുവം പോലെ സിനിമകളൊക്കെ. അപ്പം താരമാകുന്നുണ്ട്, എല്ലാം ആകുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു നടനാകട്ടെ. ലാലേട്ടനാണ് കമേഴ്ഷ്യൽ പടങ്ങൾ മാത്രം ചെയ്തില്ല, താരം മാത്രമാകുന്നുള്ളൂ, നടനാകുന്നില്ല. അതുകൊണ്ടാണ് ലാലേട്ടൻ അവാർഡുകൾ കിട്ടാതെ. മമ്മൂക്ക 2 ചെയ്യുന്നുണ്ട്. അപ്പം മമ്മൂക്ക ഒരു വേറെ സംഭവം തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ അവാർഡ് കിട്ടുന്നത്. പക്ഷേ അപ്പം നിങ്ങളൊരു 100 കോടിയിൽ 100 കോടി തുടങ്ങിയ സമയത്ത് പോലെ ചോദിക്കണം, മമ്മൂക്കയ്ക്ക് 100 കോടിക്കുള്ള പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ തന്നെ എടുത്ത് പോയി 100 കോടി എന്ന് പോലാണ് തുടങ്ങി. അന്ന് പോലുള്ള പടങ്ങൾ എടുത്ത് വെച്ചിരിക്കുക. മമ്മൂക്കടെ 100 കോടിക്കുള്ള പടങ്ങളൊന്നും മമ്മൂക്ക ചെയ്തിട്ടില്ല. കാരണം കമേഴ്ഷ്യൽ പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് 100 കോടി കിട്ടാത്തത്. പക്ഷെ നല്ലൊരു കമേഴ്ഷ്യൽ പടം വന്നതിന് 100 കോടി കിട്ടും. 100 കോടി ജനങ്ങളുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്, അത് മതി. ഇൻ്റർനാഷണൽ ലെവലിൽ എത്തിയത്. ഇപ്പം ഓസ്കാർ ലെവലിൽ പ്രമേയം എന്ന സിനിമ മലയാള സിനിമ എന്നല്ല, ഇന്ത്യൻ സിനിമ തന്നെ ആദ്യമായിട്ടാണ് സ്ക്രീനിങ് നടക്കുന്നത്. ഇതൊക്കെ മമ്മൂക്കയുടെ പടങ്ങളല്ലേ. അപ്പോൾ അദ്ദേഹം വേറെ ലെവലിൽ എത്തിയിരിക്കുകയാണ്. 100 കോടി ഒന്നും കണക്ക് കൂട്ടണ്ട. അപ്പം ജയിച്ചിരിക്കുന്നത് മമ്മൂക്കയാണ്, ലാലേട്ടനല്ല. അതുകൊണ്ട് ഫാൻസുകളും മനസ്സിലാക്കുക, മുൻപന്തിൽ ആരാണ്, ഇപ്പോഴും 1ാം സ്ഥാനത്ത് ആരാണ്.